നമ്മുടെ പേരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മളെ മാത്രം അഫക്ട് ചെയ്യുന്ന ഒന്നല്ല. നമ്മുടെ മക്കളുടെ ഫ്യൂച്ചറിനെ തന്നെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒന്നാണ്. അതിനാൽ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 ടൈപ്പ് ഓഫ് പേരന്റിങ് സ്റ്റൈൽസും അതിനോടൊപ്പം അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാം, നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് ഫോളോ ചെയ്യുന്നതെന്ന്. അതിനോടൊപ്പം റൈറ്റ് കൈൻഡ് ഓഫ് പേരന്റിങ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള 2 മേജർ തിങ്സ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട വീഡിയോ ഡിസ്കസ് ചെയ്യും. ആദ്യത്തെ കൈൻഡ് ഓഫ് പേരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പേരന്റിങ് സ്റ്റൈൽ. ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന പേരൻസ് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് നല്ല ഹൈ എക്സ്പെക്ടേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. പല കാര്യത്തിലും എൻ്റെ മോൻ ഇങ്ങനെ ആകണം, അവന്റെ ബിഹേവിയർ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് ഭയങ്കര ഹൈ ആയിരിക്കും. അത് മാത്രമല്ല, ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് കുട്ടീനെ എത്തിക്കാനായിട്ട് അവർ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പണിഷ്മെന്റ് ആയിരിക്കും. അതൊക്കെ പറയാ, അടിക്കുക, അങ്ങനെയുള്ള ഹാർഷ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് കൊണ്ട് കുട്ടീനെ അവരുടെ എക്സ്പെക്ടഡ് ഒരു ലെവലിലേക്ക് പൊക്കിക്കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു സമയത്ത് കുട്ടിക്ക് ഫീൽ ചെയ്യുക പേരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഒരു റൂൾസ് സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ കുട്ടിയുടേതായ ഇഷ്ടങ്ങളൊന്നും പരിഗണിക്കാത്തത് കൊണ്ട് തന്നെ അവർ ആ റൂൾസ് ഫോളോ ചെയ്യാനുള്ള ചാൻസ് കുറയും. അത് കുറയുമ്പോൾ നാച്ചുറലി വീണ്ടും പണിഷ്മെന്റ് കൂടും. അപ്പൊ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് പേരന്റിംഗ് ആണ് അതോറിറ്റേറിയൻ പേരന്റിംഗ്. ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ കൈൻഡ് ഓഫ് പേരന്റിംഗ് ആണ് നമുക്ക് തിരിച്ചും ഫോളോ ചെയ്യേണ്ടത് അതോറിറ്റേറ്റീവ് കൈൻഡ് ഓഫ് പേരന്റിംഗ് സ്റ്റൈൽ. ഇവിടെ വരുന്നത് ഈ പേരൻസിനും മക്കളെ സംബന്ധിച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കും. പല ബിഹേവിയർ ആണെങ്കിലും പഠിത്തമാണെങ്കിലും ഒക്കെ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കും. പക്ഷെ അവർക്ക് ആ എക്സ്പെക്ടേഷൻസിലേക്ക് എങ്ങനെയാ കുട്ടീനെ എത്തിക്കേണ്ടത് എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ളൊരു നോളജ് ഉണ്ട്. പലപ്പോഴും ആ ഒരു റിലേഷനും അവരുടെ കറക്ഷനും ഒക്കെ ഒരു റെസ്പെക്ട് ഓറിയന്റഡ് ആയിരിക്കും. ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പണിഷ്മെന്റ്സ് യൂസ് ചെയ്യാതെ റെസ്പെക്ട്ഫുള്ളി സംസാരിക്കുക, പോസിറ്റീവായിട്ട് ഡിസിപ്ലിൻ ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അവരും കുട്ടികളുമായിട്ടുള്ള റിലേഷൻഷിപ്പും ഹൈലി എന്താ പറയാ നല്ല തിക് ബോണ്ടഡ് ആയിരിക്കും. കുട്ടികൾക്ക് അവരെ നല്ല വാല്യുബിൾ ആയിരിക്കും. അവർക്ക് മറ്റൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അവരൊരു കാര്യം മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് മ്യൂച്വലി ഡിസ്കസ് ചെയ്ത് പേരൻസും ചൈൽഡും ഡിസ്കസ് ചെയ്ത് ഒരു റൂള് ഒരുമിച്ച് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം അവർ എക്സൽ ചെയ്യുന്നതാണ്. മൂന്നാമത്തെ കാറ്റഗറി ഓഫ് പേരൻസ് എന്ന് പറയുന്നത് പെർമിസീവ് കൈൻഡ് ഓഫ് പേരൻസിങ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവരാണ്. ഈ ഒരു കാറ്റഗറിയിൽ കുട്ടികളുമായിട്ട് ഒരു വാം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പേരൻസിനൊരു ഇഫേർട്ട് ഉണ്ടായിരിക്കും. ഒരു ഫ്രണ്ട്ലി കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും പേരൻസും കുട്ടികളും തമ്മിൽ. പക്ഷെ അവിടെ ലാക്കിങ് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ എങ്ങനെയാണ് ഗൈഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത്, ഇത് ചെയ്യാൻ പാടുണ്ട്, ഇത് ചെയ്യാൻ പാടില്ല എന്നെങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ഈ പേരൻസിന് ആ ഒരു ഏരിയയിൽ ഒരു ലാക്ക് ഉണ്ട്. അപ്പോൾ ഒരു ബൗണ്ടറീസ് വരാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറേ ഫ്രീഡംസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പൊ ഭാവിയിൽ ഒരു കാര്യം എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്, അത് ഞാൻ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു റിയലൈസേഷൻസ് ഒക്കെ റിയലൈസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കും. കൂടാതെ തന്നെ പേരൻസിനോട് തന്നെ പലപ്പോഴും ഒരു വൈരാഗ്യം വരുന്ന രീതിയിൽ കണ്ടിട്ടുണ്ട്. അതായത് ഈ ഒരു കാര്യം എനിക്ക് കറക്റ്റ് ചെയ്ത് തരേണ്ടതായിരുന്നു എന്റെ പേരൻസ് എന്ന് ദുഃഖിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ ഈ തേർഡ് കാറ്റഗറി ഓഫ് പേരൻസ് എന്ന് പറയുന്നത് നല്ല റിലേഷൻഷിപ്പ് ഫോം ചെയ്യാൻ ഇഫേർട്ട് എടുക്കുന്നവരായിരിക്കും. പക്ഷേ ശരിയായിട്ടുള്ള രീതിയിൽ ഗൈഡ് ചെയ്യാൻ കഴിവില്ലാത്തവർ. ഇനി നാലാമത്തെ കൈൻഡ് ഓഫ് പേരന്റിംഗ് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് പേരന്റിംഗ്. അതായത് കുട്ടികൾക്ക് അവർ പലതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പൊ പൈസ, അവർക്ക് പഠിത്തം, നല്ല വീട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോഴും എങ്ങനെയാണ് കുട്ടികൾക്ക് ഇമോഷണലി ആൻഡ് ഫിസിക്കലി അവൈലബിൾ ആവുക, അവരുടെ ലൈഫിൽ ഒരു പാർട്ട് എങ്ങനെ ആകാം എന്നുള്ളൊരു കാര്യത്തിൽ ലാക്കിംഗ് ആയിരിക്കും ഈ പേരൻസ്. ചിലപ്പോ കംപ്ലീറ്റ്ലി കുട്ടികളുടെ കൂടെ ഇല്ലാതെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലാതായിരിക്കാം. മറ്റു ചിലപ്പോൾ ഇമോഷണൽ അവൈലബിലിറ്റി ഇല്ലാതായിരിക്കും. അതായത് കുട്ടിയുടെ ഇമോഷനിലൂടെ പോകുന്നെങ്കിൽ അതിന്റെ ഒരു പാർട്ടായി ഒന്ന് ആശ്വസിപ്പിക്കാനൊന്നും ഈ പേരന്റിന് സമയം ഉണ്ടായിരുന്നു വരില്ല. അല്ലെങ്കിൽ സമയം ഉണ്ടായിരിക്കാൻ ചിലപ്പോൾ അതിനൊന്നും നിനക്കിടില്ല. അത് കുട്ടി സ്വയം ടാക്കിൾ ചെയ്യേണ്ട ഒന്നാണ് എന്നുള്ള രീതിയിൽ നെഗ്ലക്ട് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ മൊത്തത്തിൽ കുട്ടിയുടെ ലൈഫിൽ ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഒരു പോസിറ്റീവ്ലി പ്രസന്റ് ആവാത്ത ഒരു പേരന്റ് ആണ് നെഗ്ലക്ട്ഫുൾ പേരന്റിംഗ് എന്ന് പറയുന്നത്. ഈ 4 സ്റ്റൈൽ ഓഫ് പേരന്റിംഗ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ അഫക്ട് ചെയ്യുന്നതെന്ന് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഒന്നെന്ന് പറഞ്ഞാൽ അവരുടെ അക്കാഡമിക്സിന് എത്രത്തോളം ശ്രദ്ധിച്ച് അവർക്ക് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനെ അഫക്ട് ചെയ്യും. നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നത്. പിന്നെ 2, ഭാവിയിൽ അവർക്ക് എങ്ങനെയാണ് മറ്റുള്ളവരുമായി ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെയും അവരുടെ കോൺഫിഡൻസ് ലെവലിനെയും ഒക്കെ അഫക്ട് ചെയ്യുന്നതാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി വാർത്ത കൊടുക്കുന്ന ആ ഒരു എൻവയൺമെന്റ്, അത് വളർന്നു വരുന്ന ആ ഒരു എൻവയൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശരിയായ രീതിയിലല്ല പേരന്റ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ലാക്കിംഗ് ആയിരിക്കും. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മിസ് ആവും, അവരെന്നോട് തെറ്റോ എന്നൊക്കെ ഉള്ള ഒരു ഹൈലി ഒരു കൺഫ്യൂസിങ് സ്റ്റേജിലാണ് കുട്ടികൾ. അപ്പൊ നമ്മുടെ മക്കൾ നല്ല സക്സസ്ഫുൾ ആയി വളർന്നു വരാനായിട്ട് നമ്മുടെ പേരന്റിംഗ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ തെറ്റായ രീതിയിലാണ് പേരന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു പേരന്റിംഗ് സ്റ്റൈലിലേക്ക് സ്വിച്ച് ചെയ്യാം.
അതിന് 2 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുമായിട്ട് നല്ലൊരു ബോണ്ടിങ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു റെസ്പെക്ട്ഫുൾ ആയ കമ്മ്യൂണിക്കേഷൻ മാസ്റ്റർ ചെയ്യുകയും കുട്ടികളുടെ ലൈഫിൽ പ്രസന്റ് ആയി ഫിസിക്കലി ആൻഡ് ഇമോഷണലി അവൈലബിൾ ആയി അവർക്ക് പല ഇമോഷൻസിലൂടെ കുട്ടികൾ കടന്നു പോകുന്നുണ്ടാവും. സങ്കടം, ദേഷ്യം, സന്തോഷം. ആ ഒരു സമയത്തൊക്കെ ഒരു സപ്പോർട്ടായി അവരുടെ കൂടെ നമ്മൾ ഉണ്ടായിരിക്കും. അപ്പൊ ബോണ്ടിങ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ആയ രീതിയിൽ അവരുമായി ബൗണ്ടറി സെറ്റ് ചെയ്യാനുള്ളത്. ഇപ്പൊ ബൗണ്ടറി സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് മനസ്സിലോട്ട് വരിക ഭയങ്കര ദേഷ്യത്തില് കട്ടൻ റൈറ്റ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് നല്ല വാം ആൻഡ് നഴ്സറിംഗ് ആയിട്ട് റെസ്പെക്ട്ഫുൾ ആയിട്ട് തന്നെ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റും. അത് മാസ്റ്റർ ചെയ്തെടുക്കുക. പോസിറ്റീവ് ഡിസിപ്ലിൻ സ്ട്രാറ്റജീസ് മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള രണ്ടാമത്തെ കാര്യം. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് തേടാം. പേരൻസിനെ ഈ ഒരു അപ്സ്കിൽ ചെയ്യുക, അവരുടെ പേരന്റിങ് ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ള 2 ഗോളാണ് ഞങ്ങൾ മെയിൻലി ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. മറ്റു പേരൻസിലേക്കും ഈ ഒരു പോസിറ്റീവ് നോളജ് പേരന്റിന്റെ പോസിറ്റീവ് നോളജ് എത്തിക്കും.